ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ദൈവപുത്രൻ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി സ്വയം ഏൽപ്പിക്കപ്പെട്ട പുണ്യ ദിനമാണ്. സർവചരാചരങ്ങളുടെയും രക്ഷയ്ക്കായി ദൈവപുത്രൻ മരണം വരിച്ച ആ മഹാത്യാഗത്തെ അനുസ്മരിപ്പിക്കുന്ന ദിനം. ദുഃഖവെള്ളിയാഴ്ചയെന്ന് നാം വേറിട്ട് വിളിക്കുമെങ്കിലും രക്ഷാദായകമായ പുണ്യ ദിനം. കർത്താവിൻ്റെ കുരിശ് മരണം ഒരു സാധ്യതയുടെ വലിയ തുറവിയാണ്. പാപികളായ മനുഷ്യർ രക്ഷയിലേക്ക് വരുന്ന അനിവാര്യമായ മരണം ഏറ്റെടുക്കുന്നത് കുരിശിലൂടെയാണ്. കുരിശിൻ്റെ രണ്ട് സാധ്യതകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഒന്നാമത്തേത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്ന ക്രിസ്തുവിൻ്റെ ഇരുവശങ്ങളിലുമായി രണ്ട് കുരിശുകളിൽ തൂക്കപ്പെട്ടതായ ദുഷ്പ്രവർത്തിക്കാരാണ്. രണ്ടുപേരും യേശുവിനോട് തുല്യ അകലത്തിൽ അല്ലെങ്കിൽ യേശുവിനോട് തുല്യ സാമീപ്യത്തിൽ ആണ്. ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവൻ, ഇടതുഭാഗത്തുള്ള കള്ളൻ എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന വ്യക്തി, യേശുവിനെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ്. അതിദാരുണമായ ഒരു ജീവിതാനുഭവം ഉണ്ടായിട്ട് പോലും അവനെ ഒന്ന് തിരിച്ചറിയുവാനും യേശുവിനെ തിരിച്ചറിയുവാനും ശ്രമിക്കാതെ രക്ഷയിലേക്കും മഹത്വത്തിലേക്കും കടക്കുവാനുള്ള വാതിൽ ബോധപൂർവം അടച്ചു കളയുകയാണ്. എന്നാൽ വലതുഭാഗത്തെ കള്ളൻ, ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവൻ, എന്നെ ഓർക്കണമെന്ന് കർത്താവിനോട് പറയുമ്പോൾ, ഇന്ന് നീ എന്നോടുകൂടി പരദീസയിലിരിക്കുമെന്ന ആശ്വാസവചനമാണ് യേശു അവനോട് പറയുന്നത്. കുരിശ്, കർത്താവിൻ്റെ മരണം ലോകജനത്തിന്, നമുക്കോരോരുത്തർക്കും ഒരു സാധ്യത നൽകുകയാണ്. നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിയാതെ, ക്രിസ്തുവിനെ തിരിച്ചറിയാതെ, തന്നോടുകൂടെ പരിഗണിക്കപ്പെട്ടിരിക്കുന്നവരെ തിരിച്ചറിയാതെ നശിച്ചു പോകുന്ന ആ ഒരു സാധ്യത, മറുഭാഗത്ത് നന്മയിലേക്ക് വരാൻ കഴിയുന്ന ഒരു സാധ്യത, പർദീസയുടെ അനുഭവത്തിലേക്ക് വരാൻ കഴിയുന്ന ഒരു സാധ്യത. ഈ രണ്ട് സാധ്യതയും ക്രിസ്തുവിൻ്റെ കുരിശ് മരണത്തിൽ ഉണ്ട്. രക്ഷയിലേക്ക് വരുവാൻ, വിശുദ്ധീകരണത്തിലേക്ക് വരുവാൻ, അനുതാപത്തിലൂടെ, കുരിശിലൂടെ വിജയത്തിലേക്ക് വരുവാൻ, ക്രിസ്തുവിനോടുകൂടെ പർദീസിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സുദിനത്തിൽ ഏവർക്കും അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാപികളായ ഞങ്ങൾക്ക് മാനസാന്തരവും വിശുദ്ധീകരണവും തന്ന് ആ ചോരനെ പോലെ തിരുസന്നിധിയിൽ ഞങ്ങളും വിശുദ്ധരായി കാണണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കും.